ഷൈൻ ടോം ചാക്കോയും 4 മോഡലുകളും കൊക്കൈൻ ഉപയോഗിച്ചതിന് 2015 അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളത്ത് വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. അതിനെ സംബന്ധിച്ച് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിനെ ആ മോഡലുകളെയും ആ കേസിൽ വെറുതെ വിട്ടു. അവർ ഏകദേശം 9 വർഷത്തിന് ശേഷം ആ കേസിൽ കോടതിയിൽ ഹാജരായിക്കൊണ്ടിരുന്നു. അതിൻ്റെ ട്രയൽ കഴിഞ്ഞു. അതിനുശേഷം കോടതി അവരെ വെറുതെ വിടേണ്ടി വന്നു. കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്ത് പോലീസിനെതിരെ അതിശക്തമായ ചില പരാമർശങ്ങളുണ്ട്. പോലീസ് ആ കേസ് നന്നായിട്ട് അന്വേഷിച്ചില്ല. അന്വേഷണത്തിൽ വലിയ പാകപ്പിഴകളുണ്ട്. കോടതി വളരെ ദീർഘമായ ഒരു അവലോകനം ആ ജഡ്ജ്മെൻറ്റിനകത്ത് നടത്തിയിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തുണ്ട വൻ വീഴ്ചകൾ. ആ കേസിൻ്റെ നാൾ 2015 മുതൽ ഈ ഷൈൻ ടോം ചാക്കോയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശ്രീനാഥ് ഭാസി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും, ഇവർ രണ്ടുപേരും സിനിമാ രംഗത്ത് കൊക്കൈൻ ഉപയോഗിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുമായിട്ടുള്ള ട്രേഡ് ഇവർക്കുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ആദ്യത്തെ കേസ് 2015 കേസ് വലിയ കാര്യമായ ശിക്ഷയൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഇവർ ഉറപ്പിച്ചിട്ടുണ്ടാവണം. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അവർ വെളിയിലാണ്, 9 വർഷം വെളിയിലാണ്. അതിനിടയ്ക്ക് അവർ കഴിഞ്ഞ മാസം ആലപ്പുഴയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു കാച്ചുണ്ടായി. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ നേതൃത്വത്തിൽ ഒരു ടീം 3 മാസത്തെ പ്രയത്നം കൊണ്ട് കേരളത്തിലേക്ക് വരുന്ന ഡ്രഗ്സ്, കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ്, അതവർ ഹൈബ്രിഡ് കഞ്ചാവ് അവർ പിടിച്ചെടുത്തു. 3 മാസത്തെ പ്രയത്നമാണ്. കാരണം അവർ വീഴ്ത്തിയത് അത് സിനിമാ മേഖലയിൽ സജീവമായിരുന്ന ഒരു ലേഡി, ക്രിസ്റ്റീന എന്ന് വിളിക്കുന്ന തസ്ലിമ സുൽത്താന എന്ന സ്ത്രീയാണ്. ആലപ്പുഴ ഓമനപ്പുഴ ഭാഗത്ത് ഒരു റിസോർട്ടിനടുത്ത് വെച്ചാണ് പിടിക്കപ്പെടുന്നത്. അവരുടെ ഡ്രൈവർ ഫിറോസിനെ പിടിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന ഏകദേശം 10-12 ഭാഷകൾ അറിയാവുന്ന ഒരു സ്ത്രീയാണ്. അവർ സിനിമാ കഥകൾ, തിരക്കഥകൾ തർജ്ജമ ചെയ്യും. കാരണം ദക്ഷിണേന്ത്യയിൽ പലർക്കും ഇവരെ അറിയാം. പല നടന്മാർക്കും ഇവരുമായിട്ട് അടുപ്പവും പരിചയമുണ്ട്. ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് തിരക്കഥ അത് മാറ്റി എഴുതി കൊടുക്കുന്ന ഒരു ജോലി ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവർക്ക് 10-14 ഭാഷകൾ ഇവർക്ക് വശമാണ്. അവർ ഇതിൻ്റെ മറവിൽ വലിയ കച്ചവടം നടത്തുന്നു. വളരെ രഹസ്യമായിട്ടാണ് അവർ സിംഗപ്പൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കോസ്റ്റ്ലി ആയ ഹൈബ്രിഡ് കഞ്ചാവ്. ആ കഞ്ചാവ് ഹൈബ്രിഡ് വീടിനുള്ളിലാണ് വളർത്തി എടുക്കുന്നത്. അത് വലിയ വില കൂടുതലാണ്. സിംഗപ്പൂരിൽ നിന്ന് എങ്ങനെ ഇന്ത്യയിൽ എത്തിയെന്ന് അറിയില്ല. അത് 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ആണ് ഇപ്പോൾ ആലപ്പുഴ വെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചെടുത്തത്. അത് കൃഷ്ണന എന്ന തസ്ലിമ സുൽത്താനെ, അവരുടെ ഡ്രൈവർ ഫിറോസും, അവർ ഈ കേസിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന മോഡസ് ഓപ്പറാൻഡി, അവർ വളരെ രഹസ്യമായി ഇതിൻ്റെ ആവശ്യക്കാർക്ക് അവർ സാധനം എത്തിച്ചു കൊടുക്കും. അതിൻ്റെ ടെക്നിക്ക് അത് ഓൺലൈനിൽ അവർ മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം മാത്രമാണ് അവർക്ക് ഈ സാധനത്തിൻ്റെ യഥാർത്ഥ ആളെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണം അവർക്ക് ഗൂഗിൾ പേയിലോ ഇഷ്ടം പോലെ നമുക്കറിയാം, അവരുടെ അക്കൗണ്ടിൽ പണം എത്തും. പണം എത്തിക്കഴിഞ്ഞാൽ ആ സാധനം അവർ പറയുന്ന സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യണം. ആലപ്പുഴയിൽ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം റിസ്ക് ഇല്ല. അത് അവർ വളരെ വാച്ച് ചെയ്ത് വളരെ പണം മുഴുവൻ എത്തിയെന്നും ഈ ക്ലയൻറ്റ് വലിയ കുഴപ്പമില്ലാത്ത ക്ലയൻ്റാണെന്നൊക്കെ ബോധ്യപ്പെട്ട ശേഷം മാത്രമേ 1.5-2 കോടി രൂപയുടെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ കൊടുക്കാൻ വന്നപ്പോഴാണ് പിടി വീണത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് മലയാളത്തിലെ സിനിമാ നടന്മാർ 2, ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും പലതവണ അവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൊടുത്തിട്ടുണ്ട്. 2015 ഇവരെ 7 ഗ്രാം കൊക്കൈനുമായിട്ട് പിടിച്ചു, 4 മോഡലിൽ പിടിച്ചെങ്കിലും മര്യാദ പഠിച്ചില്ല. കാരണം ആ കേസിനകത്ത് ജാമ്യത്തിൽ ഇറങ്ങി. അതിനുശേഷം
കേസ് 9 വർഷം നടത്തി. അവർക്ക് നല്ല കോൺഫിഡൻസ് തങ്ങളെ ഇനി ആരും പിടിക്കില്ല. അവർ നിർബാധം കൊക്കൈൻ ബിസിനസ്സും അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ബിസിനസ്സും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹോൾസെയിൽ ബിസിനസ് നടത്തുകയാണ്. ഒരു പേടിയും ഭയമില്ല. കാരണം അവർക്ക് ആദ്യത്തെ കേസ് വിടുമെന്ന് അവർക്കറിയാം. കോടതി അത് തന്നെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കാരണം 7 ഗ്രാം കൊക്കൈൻ വളരെ വലിയ എമൗണ്ടാണ്. 7 ഗ്രാമാണ്. ആ 7 ഗ്രാം കൊക്കൈൻ 4 മോഡലിൽ നിന്നാണ് പിടിച്ചെടുത്തത്. പക്ഷേ അതിലൊരു മോഡലിൻ്റെ കൈവശമാണ് ഇത് കണ്ടത്. അവരോടൊപ്പം ഷൈൻ ടോം ചാക്കോയുമുണ്ട്. ചാക്കോയും 4 മോഡലുകളും ഇരിക്കുന്ന സ്ഥലത്താണ് റെയ്ഡ് നടത്തി പിടിച്ചത്. ആ 7 ഗ്രാം കഞ്ചാവ് ഇരുന്ന 1-ാം പ്രതിയായ മോഡലിൽ അവരെ നിന്ന് അത് പിടിച്ചെടുത്തെങ്കിൽ അതിനൊരു ഗസറ്റർ ഓഫീസർ സാന്നിധ്യത്തിൽ അത് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം സർട്ടിഫൈ ചെയ്യണം, അദ്ദേഹത്തിന് അത് പക്ഷേ പെൺകുട്ടിയുടെ കയ്യിലിരുന്നാൽ എക്സൈസിലെ ഒരു ഗസറ്റർ ഓഫീസർ ലേഡി ആയിരിക്കണം. ഇവിടെ ഒരു പുരുഷനാണ് ഗസറ്റർ ഓഫീസറായിട്ട് വന്നത്. റിക്കവറി ഒരു ലേഡിയിൽ നിന്നാണ്. അവിടെ തന്നെ പോലീസിന് പാളി. കാരണം കോടതി വളരെ കൃത്യമായി എവിഡൻസ് നോക്കും. കാരണം സെഷൻസ് കോടതി നോക്കുന്നതിൻ്റെ കാരണം ഈ കേസിനകത്ത് ശിക്ഷ വളരെ വലുതായാണ്. 10 വർഷം മിനിമം കൊടുത്തേ പറ്റുള്ളൂ. ലൈഫ് ലോങ് ആയിട്ട് ഇംപ്രിസ്മെൻ്റ് അതും കൊടുക്കാം. ശിക്ഷ ചെറിയ ശിക്ഷയല്ല. അതുകൊണ്ട് കോടതി കൂലങ്കക്ഷമായി കൃത്യമായി പോലീസിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും പ്രതികൾക്കെതിരായിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അന്നേരമാണ് ഒരു ലേഡിയുടെ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് 7 ഗ്രാം. മകസർ റെക്കവറി മകസർ അങ്ങനെയാണ്. അതിൽ 1-ാം പ്രതിയായ ലേഡിയുടെ ദേഹപരിശോധന അവരെ നിന്ന് പിടിച്ചെടുത്തതെല്ലാം അത് ഒരു ഗസറ്റഡ് ഓഫീസർ ലേഡി തന്നെയായിരിക്കണം. എക്സൈസിലെ ഒരു ലേഡി ഗസറ്റഡ് ഓഫീസർ അവിടെ വേണം. പക്ഷേ അവിടെ വന്നില്ല. അവിടെ ഇല്ലായിരുന്നു. ഗസറ്റഡ് ഓഫീസർ അല്ലാതെ മെയിലായ പുരുഷനായ ഒരാളായിരുന്നു. അതൊരു ഡിഫക്റ്റായി, അവിടെ പാളിപ്പോയി. അതുതന്നെയല്ല, മൊഴി കോടതി കൊടുത്തതെല്ലാം അതിൽ കോൺട്രഡിക്ടറിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഗസറ്റഡ് ഓഫീസറുടെയും സാക്ഷികളുടെയൊക്കെ മൊഴി പരസ്പരം ബന്ധമില്ലാതെ കോൺട്രഡിക്ടറി ആയിട്ട് പോയി. കാരണം അതിൻ്റെ പ്രോസിക്യൂഷന് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനല്ല, വലിയ ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ പ്രത്യേകമായി അവർ പഠിക്കണം. അത് മകസർ എഴുതുമ്പം ആ മകസറിൽ പ്രതികളുടെ ഒപ്പിടണം, ഗസറ്റർ ഓഫീസർ ഒപ്പിടണം. അത് ലേഡിയാണെങ്കിലും വനിതാ ഗസറ്റർ ഓഫീസർ ഒപ്പിടണം, പിടിച്ചെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഒപ്പിടണം. അങ്ങനെ വളരെ സൂക്ഷ്മമായി മകസർ തയ്യാറാക്കേണ്ട ഒരു കേസാണ് ഈ ഡ്രഗ്സ് കേസ്. പക്ഷേ ഇപ്പം ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് 1.5 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് അവർ കൊണ്ടുവന്നത് മലയാള സിനിമയിലെ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കൊടുക്കാനാണ്. എത്ര അത്ഭുതകരമായ ഒരു സംഭവമാണ് ആ വെളിപ്പെടുത്തൽ. കാരണം മലയാളത്തിലെ ഈ 2 താരങ്ങൾ നേരത്തെ കൊക്കൈൻ അടിമയാണ്. അവർ രണ്ടുപേരും കൊക്കൈൻ അടിച്ച് അവർ ഷൂട്ടിംഗ് സ്ഥലത്ത് വരും. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ്. അവരെ യഥേഷ്ടം വിഹരിക്കാൻ പോലീസും എക്സൈസും അനുവദിച്ചിരിക്കുന്നു. കാരണം യുവന്മാരെ ബുക്ക് ചെയ്ത് അകത്ത് പോയേ പറ്റുള്ളൂ. കാരണം ഇവരെ പിന്തുടരുന്ന ധാരാളം കുട്ടികൾ ഇവരുടെ സിനിമ കാണുന്നവരുണ്ട്. അപ്പോൾ ഡ്രഗ്സൊക്കെ അടിച്ചാൽ മാത്രമേ ഒരു സിനിമാ താരമാകുകയുള്ളൂ എന്ന് കൊച്ചുങ്ങൾ ചിന്തിക്കും. അത് തന്നെയല്ല, അങ്ങനെയെങ്കിൽ മാത്രമേ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ. എല്ലാവരും സിനിമാ പ്രാന്തന്മാരാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ അതിന് ഡ്രഗ്സ് അടിക്കണം. അതിന് മാതൃകാവായ ഒരു പുരുഷനാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അതുകൊണ്ട് ഇവരെ കാപ്പ ചുമത്തിയിട്ടാണ് അകത്തിടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സിനിമയിലും നമ്മുടെ സമൂഹത്തിൽ ഇവർ രണ്ടുപേരും വേണ്ട. കാരണം കുട്ടികളെല്ലാം വഴിതെറ്റിക്കുന്നവരാണ് ഇവിടെ. അതുകൊണ്ട് ഈ കേസ് ഒരെണ്ണം വിട്ടുപോയപ്പം അവർക്ക് ഒരു ഭയവുമില്ല. സമൂഹത്തിനോടുമില്ല, സിനിമാ മേഖലയോടുമില്ല, കോടതിയോടുമില്ല, പോലീസിനോടുമില്ല, എക്സൈസിനോടുമില്ല. ഏതായാലും ഇതിനകത്ത് ഡിഫക്റ്റ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു പൊസഷൻ കൈവശമുണ്ട്. ആ 4 പെൺകുട്ടികൾക്കും മോഡലിനും ഈ ഷൈൻ ടോം ചാക്കോയുടെ കൈവശത്തിൻ്റെ ആ ഒരു ആംഗിളിൽ ഇവർ അപ്പീൽ കൊടുത്ത് ഇവരെ ശിക്ഷിപ്പിച്ച് 10 വർഷം അകത്തോട്ട് വിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പീൽ പോകണം, ഹൈക്കോടതി ഇത് പരിശോധിക്കും,
സമൂഹത്തിനെ കാർന്നു നിന്ന ഒരു ക്യാൻസർ തന്നെയാണ് ഇവർ. ലഹരിയുടെ ക്യാൻസറാണ് ഇവരെ കാപ്പയും താകത്താകത്തൊപ്പം ആ കേസ് അപ്പീൽ ഹൈക്കോടതിക്ക് കൊടുത്ത് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഇവരെ സമൂഹത്തിൽ വിഹരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരൊന്നും നമുക്ക് സമൂഹത്തിൽ വേണ്ട. ലഹരി കൊണ്ട് നമ്മൾ സമൂഹം അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും വ്യസനങ്ങളും ദുഃഖങ്ങളും എത്രയാണ്. നമ്മൾ എല്ലാ വീടുകളും അശാന്തി വരുത്തിക്കൊണ്ടിരിക്കുന്ന കാരണക്കാരിൽ രണ്ടുപേരും ഇവർ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അതിശക്തമായ നടപടി ഇവരുടെ പേരിൽ എടുക്കുന്നതിന് ആ വിട്ടുപോയ കേസ് അപ്പീൽ കൊടുത്ത് ഹൈക്കോടതി കൊടുത്തിട്ട് ആ പൊസഷൻ ഇവർ 7 ഗ്രാം കൊക്കെയിൻ ഇവരിന്ന് പിടിച്ചെടുത്തെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ 5 പേരുടെ ഗ്രൂപ്പിൽ നിന്നാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷിയുണ്ട്. ഇന്നയാളുടെ കൈവശത്തു നിന്നുള്ളതിന് പ്രസക്തി അതിനകത്ത് എവിഡൻസ് കോടതിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഇവരുടെ പൊസഷനിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്, അല്ലാതെ വേറൊരാളും ആ സംഭവ സ്ഥലത്തില്ല. അത് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ട് ഇവരെ കൺവിക്റ്റ് ചെയ്യണം. അത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. ഇവരെ തീർച്ചയായിട്ടും ഈ 2 താരങ്ങളെ കാപ്പ ചുമത്തണം. കാരണം എക്സൈസിൻ്റെ 1.5 കോടി രൂപയുടെ ആ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് കൊടുക്കാനാണെന്ന് ആ ലേഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ പണം അതിൽ അവരെ ഈ സിനിമാ താരങ്ങൾ അവരുടെ അക്കൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു എവിഡൻസാണ്. കാരണം ഇവർ പ്രൊഫഷണലായിട്ട് ഇത് വിൽക്കുന്ന ആൾക്കാരാണ്, അവർ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കേസിൻ്റെ അന്വേഷണം പ്രത്യേക ടീമിനെ കൊണ്ട് നടത്തി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇവർക്കെതിരായിട്ടുള്ള ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.